ഹായ്, അപ്പോഴേ ഞാൻ കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഗ്യാസ് ബർണറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് നനയാതെ തന്നെ ക്ലീൻ ആക്കുന്ന ഫസ്റ്റ് ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ബൗളിനകത്തോട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൗഡറാണ്. അത് എക്സ്പയറായ പൗഡറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്തതുകൊണ്ട് കുറച്ച് പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും കേട്ടോ. ഇതിപ്പം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് അതിനകത്ത് കയറി ഇരുന്നിട്ട് ഉണങ്ങി ബർണർ നല്ലോണം കത്തത്തില്ല, അതിനകത്ത് മഞ്ഞ തീ വരും. അതുമൂലം നമുക്ക് പാത്രങ്ങളൊക്കെ കരി പിടിക്കുകയും ചെയ്യും, ഗ്യാസ് നഷ്ടമാവുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഓരോ ഹോൾസിലും ഉള്ള അഴുക്കുകളും വേസ്റ്റുകളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കത്തും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പൗഡർ മാത്രം മതി. ഇതേപോലെ ഒന്ന് കുടഞ്ഞിട്ട് നല്ലോണം എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഓരോ ഹോൾസിലും ഇരിക്കുന്ന ആ വേസ്റ്റ് അഴുക്ക് പൊടി എല്ലാം പോവും. അപ്പോൾ ആ പാത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം നിറയെ പൊടികളാണ് കേട്ടോ, കറുത്ത പൊടികളുണ്ട്, അതിനകത്തുനിന്ന് വീണതാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് ബർണർ നല്ല രീതിയിൽ നമുക്കതിനകത്ത് തീ വരും, നല്ല നീല കളറിൽ തന്നെ തീ വരും. ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിയിൽ പൊടിയുണ്ട്. ഇതിപ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്തത് കൊണ്ടാണ്, ഇത്രയേ ഉള്ളൂ. അല്ലാത്ത ബർണറിനകത്തൊക്കെ നല്ല രീതിയിൽ പൊടി കാണും. അപ്പം നല്ല രീതിയിൽ പൗഡർ ഇട്ട് ഇതുപോലെ ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നനയ്ക്കേണ്ട, ഉടനെ തന്നെ കത്തിക്കുകയും ചെയ്യാം. നനഞ്ഞാൽ നമ്മൾ കുറേ നേരം ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രമേ ബർണർ കത്തത്തുള്ളൂ. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ നീല കളറിൽ തീ കത്തുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ 3 ബർണർ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണേ. അടുത്തതായിട്ട് നമ്മളിതേപോലെ തീപ്പെട്ടി മഴ സമയത്ത് പ്രത്യേകിച്ച് നമ്മളെത്ര സൂക്ഷിച്ചാലും കത്താൻ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് അരിമണി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ തീപ്പെട്ടിക്കകത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെ വെച്ചാലും പെട്ടെന്ന് കുതിർന്നു പോകത്തില്ല. നമുക്ക് എപ്പോഴും എടുത്ത് പെട്ടെന്ന് തന്നെ കത്തിക്കാം. അതല്ല എങ്കിൽ നമ്മൾ തീപ്പെട്ടി ടിന്നിനകത്ത് ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ കുതിർന്നു പോകത്തില്ല. തീപ്പെട്ടി ഇതുപോലെ ഒത്തിരി തീപ്പെട്ടി 1-2 അത് അധികം ഉണ്ടെങ്കിൽ നമ്മൾ അടച്ച നല്ല ടിന്നിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും കത്തിക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ പയർ, കടല, ഗ്രീൻ പീസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചീത്തയായി പോകാതിരിക്കാൻ, വണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇതേപോലെ വെളുത്തുള്ളിയുടെ കാമ്പുണ്ടല്ലോ, അത് 1-2 അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല, വണ്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമ്മളിതേപോലെ ചോറ് ആവി കയറ്റി എടുക്കുമ്പോഴത്തേന് അടിയിൽ വെള്ളം കരിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വെള്ളം പെട്ടെന്ന് പറ്റിയിട്ട് കരിയുകയാണെങ്കിൽ ആ ഒരു പുകഞ്ഞ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സവാളയുടെ പകുതി കഷ്ണം, ചെറിയൊരു കഷ്ണം മതി, അതിനകത്തോട്ട് ഇട്ട് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പുകഞ്ഞ സ്മെല്ല് മാറിക്കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ അടുപ്പത്ത് ആവി കയറ്റാനൊക്കെ ചോറ് വെച്ചിട്ട് നമ്മൾ മാറുമ്പോഴത്തേന് ആ വെള്ളമൊക്കെ കരിഞ്ഞിട്ട് അടിയിലൊരു പുകഞ്ഞ സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു സവാള കഷ്ണം അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം. അപ്പം ആ ഒരു സ്മെല്ല് ഇത് വലിച്ചെടുത്തോളും കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ കൊതുക് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് വറ്റൽമുളകാണേ. പിന്നെ അതിനകത്തോട്ട് വേണ്ടത് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും. ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും അതേപോലെ ചുമന്നുള്ളിയുടെയൊക്കെ ആ ഒരു നീര് അതിനകത്തോട്ട് ഒന്ന് ഇറങ്ങി കിട്ടട്ടെ. അപ്പോൾ 3ഉം കൂടെ നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. കൊതുകിനൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ചതച്ചിട്ട് നമുക്ക് നല്ല ഒരു കവറുണ്ടല്ലോ, നല്ല പ്ലാസ്റ്റിക് കവർ, അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് കൊതുക് ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടുക. അപ്പോൾ ഈ കവറിനകത്തോട്ടാക്കിയിട്ടൊന്ന് കിഴി പോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലായിടത്തും ഹാങ് ചെയ്തിടാം. അതിപ്പോൾ തുണിയിലാണെങ്കിൽ പെട്ടെന്ന് സ്മെല്ല് പുറത്തോട്ട് വരില്ല. കവറിലാണെങ്കിൽ നമുക്ക് ഓരോ ഹോൾസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ പുറത്തോട്ട് വരും സ്മെല്ല്. അപ്പോൾ ഇതൊരു 5-6 ദിവസം നിൽക്കുകയും ചെയ്യും കേട്ടോ. ഈ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം കൊതുകൊന്നും വരില്ല. ഇപ്പോൾ ജനലിൻ്റെ ഭാഗത്ത്, അതുപോലെ കിച്ചൻ്റെ ഭാഗത്ത്, പിന്നെ അതുപോലെ എവിടെ വേണേലും നമുക്ക് അത് ഹാങ് ചെയ്തിടാം. കവറാകുമ്പോഴത്തേനും
ഇതുപോലെ കെട്ടിയിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ഓരോ പിന്ന് വെച്ചിട്ട് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ല് പതുക്കെ പുറത്തോട്ട് വന്നോളും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നിടത്തോളം നമുക്ക് കൊതുക് ശല്യമൊന്നും കാണത്തില്ല. കിടക്കുന്നിടത്താണേലും എവിടെ വേണേലും നമുക്കിത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഉള്ളിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പിന്നെ ആ ഒരു വറ്റൽ മുളകിൻ്റെയും എല്ലാം മസാല മണം എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒട്ടും തന്നെ കൊതുകൊന്നും തന്നെ വരത്തില്ല. കൊതുകെന്നല്ല ഈച്ചയുടെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ ചെറിയ പ്രാണികൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് കാരണം പ്രാണികൾ പക്കികൾ അതൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ ഈസി ആയ ടിപ്പാണ് ഞാനിന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാം. കാരണം കവറായതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കള റൂമിലോ ജനലിൻ്റെ ഭാഗത്തോ കിച്ചണിലോ എവിടെ വേണേലും ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ല് കാരണം ഒരു സാധനം വരത്തില്ല, ഈച്ച പല്ലി പക്കി ഒന്നും തന്നെ വരത്തില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.